മിഡിൽ ഈസ്റ്റിൽ വീണ്ടും രൂക്ഷമാകുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാൻ തന്റെ സൈനിക നടപടികളിലൂടെ മാത്രമല്ല, സന്ദേശങ്ങളിലൂടെ പോലും ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്താവന മുന്നോട്ടുവയ്ക്കുകയാണ്. അടുത്തിടെ ഇസ്രായേൽ ലക്ഷ്യമിട്ട് വിക്ഷേപിച്ച മിസൈലുകളിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്ദി എന്ന സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. സമാനമായ രീതിയിൽ സ്പെയിൻ, പാകിസ്ഥാൻ, ജർമ്മനി എന്നിവിടങ്ങളിലെ ജനങ്ങളെയും അഭിസംബോധന ചെയ്ത സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിന്റെ ചൂടിനിടയിലും അന്താരാഷ്ട്ര പിന്തുണയെ രാഷ്ട്രീയ സന്ദേശങ്ങളാക്കി മാറ്റാനുള്ള ഇറാന്റെ ശ്രമം ഇതിലൂടെ വ്യക്തമാകുന്നു. വിക്ഷേപണത്തിനു മുൻപ് ഇറാന്റെ എയർസ്പേസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മിസൈലുകളിൽ ഈ സന്ദേശങ്ങൾ എഴുതുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഈ നീക്കത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തു. സാധാരണയായി യുദ്ധപ്രവർത്തനങ്ങൾ സൈനിക ലക്ഷ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരിക്കുമ്പോൾ, ഇതുപോലുള്ള സന്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്നത് മനോവിജ്ഞാനപരമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ സഹാനുഭൂതി നേടിയെടുക്കാനും രാഷ്ട്രീയമായി തനിക്കൊപ്പം നിൽക്കുന്ന ശക്തികളെ തുറന്നുപറയാനും ഇറാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നു. ഇതിനിടെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പസ് നടത്തിയ പ്രസ്താവന പ്രകാരം മാർച്ച് 26-ന് മാത്രം 83-ാം ഘട്ട ആക്രമണങ്ങളാണ് നടപ്പാക്കപ്പെട്ടത്. ദീർഘദൂരവും ഇടത്തരം ശ്രേണിയിലുമുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം ഗൾഫ് മേഖലയിലെ സേന ഉപയോഗിക്കുന്ന സൗകര്യങ്ങളും ലക്ഷ്യമാക്കിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് ബഹ്റൈനിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണി കേന്ദ്രം ലക്ഷ്യമിട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപകമാകുന്നതിനിടയിൽ ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ശ്വാസകേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതം ഈ കടലിടുക്കു വഴിയാണ് നടക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ ഇറാൻ സ്വീകരിച്ച നടപടികൾ ഇതിനകം തന്നെ ആഗോള വിപണിയിൽ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യ പോലുള്ള സൗഹൃദ രാജ്യങ്ങൾക്കായി പ്രത്യേക സാഹചര്യങ്ങളിൽ കടന്നുപോകൽ അനുവദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനോടൊപ്പം യുദ്ധം ഒരു സൈനിക ഏറ്റുമുട്ടലിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് കാണിക്കുന്ന സംഭവങ്ങളും നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് ഷിയ സമൂഹത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചന്ദർകോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ പണം, ആഭരണങ്ങൾ, വീടുപകരണങ്ങൾ എന്നിവ സംഭാവന ചെയ്തതും കുട്ടികൾ പോലും അവരുടെ ചെറിയ സംഭരണികൾ തുറന്നുകൊടുത്തതും ഈ സംഘർഷത്തിന്റെ മനുഷ്യപരമായ വശം അടയാളപ്പെടുത്തുന്നു. ഇത് മുഴുവനും ചേർന്നു നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം വെറും യുദ്ധപരിധിയിൽ ഒതുങ്ങുന്നില്ലെന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ സന്ദേശങ്ങൾ, ആഗോള പിന്തുണ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ, മനുഷ്യസഹായ പ്രവർത്തനങ്ങൾ എല്ലാം കൂടിച്ചേർന്നുള്ള ഒരു സങ്കീർണ ഭൂരാഷ്ട്രീയ ചിത്രം ഇതിലൂടെ രൂപപ്പെടുന്നു. ഓരോ മിസൈലും ഒരു സൈനിക നീക്കമെന്നതിലുപരി ഒരു രാഷ്ട്രീയ സന്ദേശവുമായി മാറുന്ന ഈ ഘട്ടത്തിൽ ലോകം വീണ്ടും ഒരു വലിയ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്.